അന്തരിച്ച കെ.എം. മാണിക്ക് വേണ്ടി സ്മാരകം ഒരുക്കുവാൻ എൽ.ഡി.എഫ് ഭൂമി അനുവദിച്ചു എന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷ വിശ്വാസികൾക്കാണ്. ഒരിക്കൽ ഈ പാർട്ടി തന്നെ പറയുകയുണ്ടായി, കെ. മണി കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന്. ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് നടത്തിയ സമരം ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നു. ഇതെന്താണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ താളത്തിന് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ വിശ്വസിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണോ? നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. അധികാരം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കണമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വത്തും പണവും നൽകാൻ കേരളത്തിന്റെ സമ്പത്ത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല. എല്ലാത്തിനും ഒരു മര്യാദയും മാന്യയും വേണം. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഫ്രീയായിട്ടല്ല ജനങ്ങളെ സേവിക്കുന്നത്. അവർ മരിച്ചാലും ജനങ്ങൾക്ക് ബാധയാകുന്ന ഈ ജനാധിപത്യ സമ്പ്രദായം ഗതികിട്ടാതെ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ള വെല്ലുവിളിയാണ്.